എന്താണ് ടെമ്പററി ലൈസൻസ്, എങ്ങനെയാണ് കാനഡയിലെ നഴ്സസിന് ടെമ്പററി ക്ലാസ് ലൈസൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്? നമസ്കാരം, എന്റെ പേര് അഞ്ജു വർഗീസ്. AV ബ്ലൂപ്രിന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാനഡയിൽ ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സായിട്ട് ജോലി ചെയ്ത് വരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. എന്റെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ എന്റെ കാനഡയിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സ്പെസിഫിക്കലി ഇമിഗ്രേഷൻ റിലേറ്റഡും നഴ്സിംഗ് റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ടെമ്പററി ലൈസൻസ്, എങ്ങനെയാണ് കാനഡയിലെ നഴ്സസിന് ടെമ്പററി ക്ലാസ് ലൈസൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ടെമ്പററി ക്ലാസ് ലൈസൻസ് എന്ന് വെച്ചാൽ CNOയിൽ, അതായത് കോളേജ് ഓഫ് നഴ്സസ് ഒന്റാരിയോയിൽ ജനറൽ ക്ലാസ്സിൽ ഉള്ള RNസിനോ RPNO ആയിട്ടുള്ള ആപ്ലിക്കൻസിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പ്രൊവൈഡ് യു ഹാവ് ടു മീറ്റ് ഓൾ ദി റിക്വയർമെന്റ്സ് ഓഫ് ദി ആപ്ലിക്കേഷൻ എക്സെപ്റ്റ് ദി നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാം. അപ്പൊ ജനറൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. CNOയിൽ 3 തരത്തിലുള്ള ക്ലാസ്സസ് ഓഫ് രജിസ്ട്രേഷൻ ആണുള്ളത്. ഫസ്റ്റ് ജനറൽ ക്ലാസ്, രണ്ടാമത്തെ നോൺ പ്രാക്ടീസിംഗ് ക്ലാസ്, അത് കൂടാതെ തന്നെ എക്സ്റ്റൻഡഡ് ക്ലാസ്. കാനഡയിൽ ഒന്റാരിയോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ നഴ്സസും, അത് RN ആണെങ്കിലും RPN ആണെങ്കിലും ജനറൽ ക്ലാസ് കാറ്റഗറിയിലാണ് വരുന്നത്. CNOയിൽ മെമ്പർഷിപ്പ് നിലനിർത്താൻ താല്പര്യമുള്ളതും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് നോൺ പ്രാക്ടീസിംഗ് ക്ലാസ്സിൽ വരുന്നത്. പിന്നീടുള്ളത് എക്സ്റ്റൻഡഡ് ക്ലാസ്, അത് നഴ്സ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പൊ ജനറൽ ക്ലാസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു വന്ന കാര്യം ടെമ്പററി ലൈസൻസിനെ പറ്റിയാണ്. CNOയിൽ ജനറൽ ക്ലാസ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത എല്ലാ നഴ്സസിനും നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാം ഒഴികെ ബാക്കി എല്ലാ റിക്വയർമെന്റ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇവിടെ എല്ലാ റിക്വയർമെന്റ്സും പറഞ്ഞാൽ ഒരു ചോദ്യം വരും. അപ്പൊ എന്തൊക്കെയാണ് CNOയുടെ റിക്വയർമെന്റ്സ്? CNOയുടെ റിക്വയർമെന്റ്സിൽ ഉൾപ്പെടുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ എക്സാം, ജുറിസ്പ്രൂഡൻസ് എക്സാം, പിന്നെ ഓത്തറൈസേഷൻ ടു വർക്ക്, ലാംഗ്വേജ് റിക്വയർമെന്റ്, പോലീസ് ക്ലിയറൻസ് ചെക്ക്. ഇത്രയും കാര്യങ്ങളാണ് CNOയുടെ റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നത്. ടെമ്പ് ലൈസൻസിന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ജുറിസ്പ്രൂഡൻസും പോലീസ് ക്ലിയറൻസ് ചെക്കും ചെയ്യുന്നതാണ് നല്ലത്. ആപ്ലിക്കേഷന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഒന്റാരിയോയിലെ ഏതെങ്കിലും എംപ്ലോയർ RNO RPN പൊസിഷനിലോ നമ്മളെ ഹയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ടെമ്പററി ക്ലാസ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഫോം വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് CNOയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. ഈ ഫോമിൽ 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1 ഫുള്ള് ആപ്ലിക്കന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ സ്കൂൾ ഓഫ് നഴ്സിംഗ്, ഡിക്ലറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതിനുശേഷം സെക്കൻഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ കുറച്ച് ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാനുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം CNOയ്ക്ക് അപ്ലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം 15 to 20 ഡേയ്സ് കഴിയുമ്പോഴത്തേ നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് നമ്പർ ഇഷ്യൂ ചെയ്യും. ടെമ്പ് ലൈസൻസിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ടെമ്പ് ലൈസൻസിൽ 6 മാസം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിത്തിൻ 6 മന്ത് നമ്മൾ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അൺസക്സസ്ഫുള്ളോ ആയാലും നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട്സ് ഒന്നും വേറെ മെമ്പേഴ്സിനെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറെ ക്ലാസ്സസിലുള്ള മെമ്പേഴ്സിനെ ഒന്നും നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, എല്ലാ മെമ്പേഴ്സിനെയും പോലെ പ്രൊഫഷണൽ ലയബിലിറ്റി എന്ന് പറയുന്ന കാര്യം ടെമ്പററി ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. ടെമ്പററി ക്ലാസ് നിൽക്കവേ എക്സാം സക്സസ്ഫുൾ ആയാൽ ജനറൽ ക്ലാസ്സിലോട്ട് മാറാവുന്നതാണ്. അസോസിയേറ്റഡ് ആയിട്ട് അഡീഷണൽ പേയ്മെന്റ് $56 വരും. ഇതൊക്കെയാണ് ടെമ്പ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. കോവിഡ് കാരണമാണ് ഞാൻ ടെമ്പ് ലൈസൻസിനെ പറ്റി അറിഞ്ഞത്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുള്ളപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും യൂട്ടിലൈസ് ചെയ്യില്ലേ? അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാനഡയിലേക്ക് വരാനുള്ള എന്റെ വിവിധ മാർഗങ്ങളെ പറ്റിയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗോഡ് ബ്ലെസ് എവരിവൺ ആൻഡ് ടേക്ക് കെയർ.